അങ്ങനെ ഗുദാം മുഴുവൻ കണ്ട ശേഷം ഞങ്ങൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്ക് പോയി. പാതയോരങ്ങളിലെ മതിലുകളിലും പഴയ കെട്ടിടങ്ങളുടെ ചുമരുകളിലും മുഴുവൻ ചിത്രങ്ങളാണ്. അവിടെയുള്ള ഫൈൻ ആർട്സ് കോളേജിലെ കുട്ടികളായിരിക്കാം ഇത് ചെയ്തതെന്ന് ഞാൻ ഊഹിച്ചു. അങ്ങനെ കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയും ഞങ്ങൾ KBCയിലെത്തി. ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളിരിക്കുന്നതിൻ്റെ മുൻവശത്ത് തന്നെ മതിലുകളിൽ ഒരുപാട് ചിത്രങ്ങളും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഞങ്ങളതെല്ലാം പകർത്തി. മിക്കവാറും ചിത്രങ്ങൾക്കൊപ്പം രസകരമായ അടിക്കുറിപ്പുകളും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് കയറി വരുന്ന സമയം ഈ കാണുന്ന ചെടിയെല്ലാം ഒരാൾ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓർഡർ ചെയ്ത ബിരിയാണി കിട്ടിയ ശേഷം ഞങ്ങൾ നേരെ മിഠായി തെരുവിലേക്ക് പോയി. 1922 മിഠായി തെരുവിൽ തുടങ്ങിയ ശങ്കരൻ ബേക്കറിയിൽ നിന്ന് സ്വീറ്റ്സും വാങ്ങി പുളിയിലിറങ്ങുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ചെറിയ കലാകാരനാണ്. അദ്ദേഹം ഞങ്ങൾക്കൊരു പാട്ടൊക്കെ പാടിത്തന്നു. അത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇടാം, എല്ലാവരും കാണണം. പിന്നെ കുറച്ച് അൽഗുലത്ത് സാധനങ്ങളും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. ഞങ്ങൾ തിരികെ നടക്കാവ് സ്കൂളിലെത്തി. അവിടുത്തെ ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് ബാൻഡ് മേളക്കാർ വരാനുള്ള കാത്തിരിപ്പായി. അവരോടൊപ്പമാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. വൈകുന്നേരം അവരെത്തി. താൽക്കാലികമായി ഞങ്ങൾ കോഴിക്കോടിനോട് വിട പറഞ്ഞു. പുതിയ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.